പ്രിയമുള്ളവരേവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചതാണ്. LBSന്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ഷെഡ്യൂൾ പ്രകാരം ഓഗസ്റ്റ് 15 വരെയാണ് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ഉണ്ടാവുക. അതിനുശേഷം ഓഗസ്റ്റ് 16 ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കപ്പെടുന്നതായിരിക്കും. എങ്ങനെയാണ് കൃത്യമായിട്ട് ഓപ്ഷൻ നൽകേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതെല്ലാം വിശദീകരിക്കപ്പെടുന്ന ഒരു ലൈവ് ഡെമോ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സൈറ്റ് കൃത്യമായിട്ട് ആക്സസ് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നില്ല, പ്രത്യേകിച്ചും മൊബൈലിൽ ഓപ്പൺ ചെയ്യുമ്പോൾ. എന്നാൽ ചില സമയങ്ങളിൽ മൊബൈലിലും സൈറ്റ് കൃത്യമായിട്ട് ഓപ്പൺ ആവുകയും ചെയ്യുന്നുണ്ട്. ഇനി സൈറ്റ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത് കയറാൻ സാധിച്ചാൽ ഓപ്ഷൻ നൽകാനുള്ള ലിങ്കിൽ ചില കോളേജുകൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും പരാതിയായിട്ട് വന്നിട്ടുണ്ട്. അത് സത്യമാണ്. സാധാരണ മുൻ വർഷങ്ങളിലൊന്നും LBSന്റെ സൈറ്റിൽ ഉണ്ടാകാത്ത പ്രശ്നങ്ങളാണ് ഈ വർഷം വന്നിരിക്കുന്നത്. ഈ വർഷം മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു വെബ് പേജ്, പുതിയൊരു ഇൻ്റർഫേസിലാണ് വിദ്യാർത്ഥികൾക്ക് LBS അപ്ലിക്കേഷനും ഓപ്ഷൻ നൽകാനുമുള്ള ലിങ്ക് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം. എന്നാൽ വിദ്യാർത്ഥികൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും കൃത്യമായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താനുള്ള സൗകര്യം വെബ്സൈറ്റിൽ കൃത്യമായിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. അത് എത്ര തവണ വേണമെങ്കിലും, നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻ എത്ര തവണ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടാകുന്നതാണ്. കൂടാതെ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ സമയത്തും നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷനിൽ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും വരുത്താനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ഉണ്ടാകുന്നതാണ്. വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആ കാര്യമൊന്ന് കമൻറ്റ് ചെയ്യുക. മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് അതൊരു ഉപകാരമായിട്ട് മാറും. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, BSc നഴ്സിംഗിൻ്റെ കാര്യത്തിൽ INC ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമില്ലാത്ത ചില കോളേജുകൾ ഓപ്ഷൻ നൽകാനായിട്ട് വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. LBS വഴി അഡ്മിഷൻ ലഭിച്ചു കോഴ്സ് പൂർത്തിയാക്കിയതിൻ്റെ പേരിൽ INCയുടെ അംഗീകാരമില്ലാതെ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുള്ള വിദ്യാർത്ഥികൾ, അങ്ങനെയൊരു സംഭവം കേരളത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. സർക്കാർ സംവിധാനത്തിലാണ് വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. LBS വഴി അഡ്മിഷൻ എടുത്ത് INCയുടെ പ്രശ്നത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഒരു ചരിത്രം ഒരു വിദ്യാർത്ഥിക്കും കേരളത്തിൽ മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ധൈര്യമായിട്ട് തന്നെ ഓപ്ഷൻ നൽകാവുന്നതാണ്. INC ഇല്ലാത്ത ചില കോളേജുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ആ കോളേജുകളിലേക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓപ്ഷൻ നൽകാം. INC അംഗീകാരം ലഭിക്കാൻ വേണ്ടതിനൊക്കെ വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.